ഹലോ, മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു ശാബത്ത് ദിവസത്തിൻ്റെ സന്ധ്യാസമയം, ഒരു ഞായറാഴ്ച ദിവസം കൂടി വളരെ ഒരു നല്ലതായിട്ട് ആചരിക്കാൻ, അതായത് പ്രാർത്ഥനയിലും കുർബാനയിലും എല്ലാം സംബന്ധിച്ച് ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണല്ലോ നമ്മുടെ ശാബത്ത് ദിവസം. 7-ാം ദിവസം എല്ലാ ജോലികളും അവസാനിപ്പിച്ച് എന്നോട് ചേർന്നിരിക്കുക എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ദൈവസന്നിധിയിലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ദൈവസന്നിധിയിൽ ഈ 31-ാം ദിവസം നമ്മൾ എന്തിനാ പോയതെന്നറിയാമോ? എന്നിലുള്ള അധ്യാപിക ഉണർന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു ബൈബിളിൻ്റെ വലിയൊരു ആരാധിക കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിക്കലർത്തി വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും എനിക്ക് ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ശാബത്ത് ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം സ്കൂളിലേക്ക്, അതായത് വിദ്യാലയത്തിലേക്ക് വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി വിടുവാണല്ലോ. ഇങ്ങനെ വിടുമ്പോൾ നമ്മൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ എങ്ങനെയാണ് മക്കളെ ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സങ്കീർത്തനം 150 സങ്കീർത്തനം ഉണ്ടല്ലോ, അതിൽ 111-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവന് അങ്ങനെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാകും. അപ്പോൾ ദൈവഭക്തിയിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകും. അപ്പോൾ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പരിജ്ഞാനത്തോടു കൂടി എവിടെ പോയി പഠിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഇത് തന്നെയാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ 31 അധ്യായങ്ങളുണ്ട്. ആ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ 31 എണ്ണം വെച്ചിരിക്കുന്നതിന് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. അതിനു മുമ്പ് അതിനകത്ത് 1-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ തിരുവചനം നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. ഇത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്: യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ യഹോഭക്തി, ദൈവഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഇതിൻ്റെ ശലോമോൻ്റെ ഈ സദൃശവാക്യത്തിൻ്റെ 22-6 എന്താ പറയുന്നതെന്നറിയാവോ? അത് മാതാപിതാക്കൾക്കുള്ള ഒരു വചനമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് മറക്കുകയില്ല. അപ്പം ചെറുപ്പത്തിലേ തന്നെ ഒരു കുഞ്ഞ് എങ്ങനെ നടക്കണം എന്ന് മാതാപിതാക്കൾ അഭ്യസിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അഭ്യസിപ്പിച്ചാൽ ഒരിക്കലും വൃദ്ധനായാൽ പോലും ആ വഴി വിട്ടവർ നടക്കുകയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചൊരുക്കി മക്കളെ വളർത്തണമെന്നും അവരെ എങ്ങനെയാണ് കൊച്ചിലെ തന്നെ അഭ്യസിപ്പിക്കേണ്ടതെന്ന മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള വചനങ്ങൾ എല്ലാം സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ സദൃശവാക്യത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെല്ലാവരും, അതായത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ആര് തന്നെയായിരുന്നാലും അത് അനുഷ്ഠിക്കാൻ പറ്റുന്നതും അതിനുവേണ്ടി തന്നെയാണ് ആ ശലോമോൻ അത് എഴുതിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം മാസത്തിൽ 31 ദിവസമുണ്ട്. അപ്പോൾ 1-ാം തീയതി, നാളെ ജൂൺ മാസം 1-ാം തീയതിയാണ്, ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞു. ജൂൺ മാസം 1-ാം തീയതി രാവിലെ ഈ സദൃശവാക്യത്തിൻ്റെ 1-ാം അധ്യായം വായിക്കുക. അതിനകത്ത് എത്ര വാക്യങ്ങളുണ്ടോ അത് വായിക്കുക. അങ്ങനെ വായിച്ചാൽ ഈ ഒരു മാസത്തിൽ 31 ദിവസമാണ് മാക്സിമം ഉള്ളത്. 31 ദിവസം വരെ ഓരോ അധ്യായം വായിച്ച് ഒരുങ്ങുക. അതിനകത്തെല്ലാം നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അടുക്കം ചിട്ടയായിട്ട് വെച്ചിട്ടുണ്ട്. അത് വായിച്ച് ഹൃദ്യസ്ഥമാക്കണം. അത് വായിച്ച് ഹൃദ്യസ്ഥമാക്കുവാൻ വേണ്ടി എങ്ങനെ വായിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു. അത് കാണാത്തവർ ഒന്നുകൂടെ ഒരു ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24:45 പറഞ്ഞിട്ടുണ്ട്: തിരുവചനങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ അവരുടെ മനസ്സ് തുറന്നു. അതൊന്ന് വായിച്ച്, കർത്താവ് എൻ്റെ മനസ്സൊന്ന് തുറക്കണം, എന്നാലേ ഉള്ളൂ ഈ വചനം എനിക്ക് വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. ആ വചനം വെച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് കുഞ്ഞുങ്ങളെ ഒരുക്കണം. ഈ വചനം വായിച്ചിട്ട് അവരോട് ധ്യാനിച്ച് ഈ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, ഇപ്പോൾ ഞാൻ 3 വചനം പറഞ്ഞു തന്നു.
ഇത് മൂന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ സോളമൻ്റെ ഈ 31 അധ്യായം ഈ 31 ദിവസവും വായിക്കുക. വായിച്ച് അത് ഹൃദ്യസ്ഥമാക്കണം. അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് മനുഷ്യജീവിതം എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയാണത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല, മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ബൈബിളിലില്ലാത്തതൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എൻ്റെ വിജയത്തിന് കാരണം ബൈബിൾ വായിച്ചു നോക്കി വിജയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നതെന്ന്. അങ്ങനെ ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് പോലും വഴികാട്ടിയായ ഈ വേദപുസ്തകം എല്ലാവർക്കും വഴികാട്ടിയാകുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോളമൻ്റെ ഈ ജ്ഞാനപുസ്തകത്തിൻ്റെ 31 ദിവസത്തേത് നിങ്ങൾ ചില മാസം 28, 29, 30 ഉള്ളൂ. അപ്പോൾ അവസാനങ്ങളോട്ട് വരുമ്പോൾ 2 ഒരുമിച്ച് വായിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അത് വായിക്കണം. ഇത് നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളെ ഈ പുതുവത്സരത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നല്ല ബുദ്ധിയും ജ്ഞാനവും ലഭിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുമതിയായി അനുഗ്രഹിക്കട്ടെ.